പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. വാട്സാപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു തങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇത് മറ്റാരെങ്കിലും വ്യൂ ചെയ്യുന്നുണ്ടോ എന്നറിയണം. നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന പെൺകുട്ടികളോ ഇനി വല്ല സിനിമാ നടന്മാരോ ഒക്കെ നമ്മുടെ പ്രൊഫൈലെടുത്ത് അതൊന്ന് കാണുന്നുണ്ടോ, നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ നിങ്ങളുടെ ആ ആഗ്രഹം അറിഞ്ഞുകൊണ്ടാകണം വാട്സാപ്പ് ഇന്നലെ മുതൽ ഒരു പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫോട്ടോയ്ക്കും, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, ഇത് രണ്ടും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാർ വ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് ആര് വ്യൂ ചെയ്യുന്നു എന്നറിയാം. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഫോട്ടോ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്തു എങ്കിൽ ആ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ DPക്ക് നിങ്ങൾക്ക് ഒരു കമൻ്റ് അടിക്കാം. ഇത് കൂടാതെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ഇനി മുതൽ വീഡിയോ സെറ്റ് ചെയ്യാം, ജിഫ് അനിമേഷനുകളും സെറ്റ് ചെയ്യാം. 24 മണിക്കൂർ നേരത്തേക്കായിരിക്കും ഇതിൻ്റെ കാലാവധി. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ചാറ്റ്സ്, കോൾസ് എന്നൊക്കെ കാണിക്കുന്ന ടാബിനൊപ്പം സ്റ്റാറ്റസ് എന്ന ഒരു പുതിയ ടാബ് കൂടി വന്നിരിക്കുന്നതായി കാണാം. അതിൽ സ്റ്റാറ്റസ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ വലതുവശത്ത് മുകളിലായി നിങ്ങൾക്ക് ഡാഷുകളാൽ നിർമ്മിച്ച ഒരു വൃത്തം കാണാനാകും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്യാമറ പോലെയുള്ള ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. അതിൽ താഴെ ക്യാപ്ചർ ബട്ടൺ ഉണ്ടാകും. ക്യാപ്ചർ ബട്ടണിന് മുകളിലായി നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ചിത്രങ്ങളും കാണാം. ആദ്യം നമുക്ക് ഒരു ചിത്രം ആ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് ആയി ആഡ് ചെയ്ത് നോക്കാം. ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ വാട്സാപ്പിൽ ഒരു സാധാരണ ചിത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന പോലെ തന്നെ സ്മൈലികൾ ആഡ് ചെയ്യാനും ഡ്രോ ചെയ്യാനും ക്യാപ്ഷൻ ആഡ് ചെയ്യാനും ഒക്കെയുള്ള ഭാഗങ്ങൾ കാണാം. ആവശ്യമായത് ഉപയോഗിക്കുക. തുടർന്ന് ക്യാപ്ഷൻ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് വലതുവശത്തായുള്ള ആരോ സിമ്പിളിൽ അമർത്തുന്നതോടെ സ്റ്റാറ്റസ് ആയി ആ ചിത്രം അപ്ഡേറ്റ് ആകുന്നു. ഇപ്പോൾ സ്റ്റാറ്റസിന് കീഴെ മൈ സ്റ്റാറ്റസ് എന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിരിക്കുന്നതായി കാണാം. അതിന് നേരെയുള്ള 3 ഡോട്ടുകളിൽ അമർത്തിയാൽ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ എപ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്തു എന്ന് കാണാം. അതിൽ ഓരോ സ്റ്റാറ്റസിൻ്റെയും സമയത്തിന് നേരെയും കണ്ണിൻ്റെ ഒരു ഐക്കൺ കാണാം. അത് അമർത്തിയാൽ ആ സ്റ്റാറ്റസ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ നോക്കിയിരുന്നു എന്ന് കാണാനാകും. സ്റ്റാറ്റസ് എന്ന ടാബിന് കീഴെ നമ്മുടെ ഫ്രണ്ട്സ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ വിവരങ്ങളും നിങ്ങൾ ആരുടെയൊക്കെ സ്റ്റാറ്റസ് വ്യൂ ചെയ്തു എന്നും കാണാനാകും. അത് സെലക്ട് ചെയ്താൽ ആ വ്യക്തി അപ്ഡേറ്റ് ചെയ്ത സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫോട്ടോ, വീഡിയോ, ജിഫ് എന്നിവ കാണാം. അവയ്ക്ക് താഴെ റിപ്ലൈ എന്ന ഓപ്ഷൻ കാണാനാകും. അതിലമർത്തിയാൽ ആ സ്റ്റാറ്റസിനെ പറ്റി ഒരു മറുപടി നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അയക്കാനാകും. സ്റ്റാറ്റസായി നിങ്ങൾക്ക് വീഡിയോകളും ചേർക്കാനാകും. അതിനായി സ്റ്റാറ്റസ് ഐക്കണിൽ അമർത്തി ക്യാപ്ചർ ബട്ടൺ അമർത്തി പിടിച്ചാൽ മതിയാകും. സ്റ്റാറ്റസ് ടാബിന് മുകളിലായുള്ള വലതുവശത്തെ 3 ഡോട്ടുകളിൽ അമർത്തിയാൽ സ്റ്റാറ്റസിന്റെ പ്രൈവസി നമുക്ക് സെറ്റ് ചെയ്യാനാകും. സ്റ്റാറ്റസ് പ്രൈവസി എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ കോൺടാക്ട്സിലെ എല്ലാവരും കാണണോ, അതോ കോൺടാക്ട്സിലെ ചിലർ ഒഴിച്ച് മറ്റുള്ളവർ കാണണോ, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നവർ മാത്രം കണ്ടാൽ മതിയോ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനാകും. അതിൽ ആവശ്യമുള്ളവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. വാട്സാപ്പിന്റെ പുതിയ ഫീച്ചേഴ്സ് കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ വ്യക്തമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മേനോൻ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എന്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ആക്കുക. അതിനായി എന്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ അമർത്തി ഓൾ പോസ്റ്റ് എന്നതിന് നേരെയും ഓൾ ലൈവ് പോസ്റ്റ് എന്നതിന് നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. തുടർന്ന് ഇതുപോലെ ദിവസവും ടെക് ലോകത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും.